+2 കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ പ്രാക്ടിക്കൽ സെഷൻസിലേക്ക് സ്വാഗതം. നമ്മൾ ഇനി ജിനുക്കാത്തയുടെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. ആദ്യത്തെ ചോദ്യം നമ്മൾ ലെഡ്ജർ അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് ബാലൻസ് ഷീറ്റ് ഡിസ്പ്ലേ ചെയ്യുന്ന ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. ഇനി നമ്മൾ രണ്ടാമതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വിദ്യാർത്ഥികൾ ചോദിച്ചു വരുന്ന ഒരു ഏരിയയാണ്. ഈ ബാങ്ക് റീകൺസിലിയേഷൻ കുറച്ച് ടഫ് അല്ലെങ്കിൽ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ഏരിയ ആണ്. ഇതിൽ കൺഫ്യൂഷൻസ് ഒന്നുമില്ല. വളരെ നിങ്ങൾ കോൺസെൻട്രേറ്റഡ് ആണെങ്കിൽ, അതുപോലെ ജേണൽ എൻട്രി അറിയാമെങ്കിൽ ഇത് നിങ്ങൾക്ക് അനായാസം പ്രിപ്പയർ ചെയ്യാവുന്നതേ ഉള്ളൂ. ജേണൽ എൻട്രി നിങ്ങൾക്ക് ഇതിനകത്ത് അറിയണം. അപ്പോൾ ഈ ജിനുക്കാത്ത എന്ന് പറയുമ്പോൾ തന്നെ ജേണൽ എൻട്രി പഠിച്ചേ മതിയാവുള്ളൂ. ജേണൽ എൻട്രി അറിയണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് വൗച്ചറൊക്കെ പാസ് ചെയ്യണം. ഈ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ വൗച്ചർ എൻട്രി, അതായത് എൻട്രി പാസ് ചെയ്യേണ്ടി വന്നിട്ടില്ല അല്ലേ. ജസ്റ്റ് ലെഡ്ജർ അക്കൗണ്ട് മാത്രം പ്രിപ്പയർ ചെയ്താൽ മതി. നമുക്ക് എന്നിട്ട് ഡിസ്പ്ലേയിലേക്ക്, അതായത് റിപ്പോർട്ട് വ്യൂ ചെയ്താൽ മതി. ഇവിടെ അങ്ങനെയല്ല. ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം, ഒപ്പം വൗച്ചർ, അതായത് ഒരു ട്രാൻസാക്ഷനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻട്രി പാസ് ചെയ്യാനുണ്ട്. എൻട്രി പാസ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ബാങ്ക് റീകൺസിലേഷൻ പ്രിപ്പയർ ചെയ്യാൻ തന്നെ പറ്റുള്ളൂ. എൻ്റർ ദ ഫോളോയിങ് ട്രാൻസാക്ഷൻ ഇൻ അപ്രോപ്രിയേറ്റ് അക്കൗണ്ടിംഗ് വൗച്ചേഴ്സ്. പ്രിപ്പയർ ദ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഓൺ 31st December 2024 ഫോർ മെസേഴ്സ് രൂപ ട്രേഡേഴ്സ്. അപ്പോൾ ക്രിയേറ്റ് ഓർഗനൈസേഷൻ ക്ലിക്ക് ചെയ്യുക. മെസേഴ്സ് രൂപ ട്രേഡേഴ്സ്. ഓക്കെ, പ്രോഫിറ്റ് മേക്കിംഗ് ആണ്. ഇനി ഡേറ്റിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ഡേറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത് 31/12/2024 ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യണം. 1/4/2024 എന്നുള്ള ഡേറ്റ് ആണ് ഇവിടെ കൊടുക്കുന്നത്. ഇനി പ്രൊസീഡ് കൊടുക്കാം. യൂസർ നെയിം ഒക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് ഓർമ്മയിലുള്ളത് പെട്ടെന്ന് എൻ്റർ ചെയ്ത് വിടുക. സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസും എല്ലാം പെട്ടെന്ന് എൻ്റർ ചെയ്ത് വിടുക. ഓക്കെ, അപ്പോൾ നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്തു, അഡ്മിനും ക്രിയേറ്റ് ചെയ്തു. ഇനി നേരെ മാസ്റ്ററിൽ പോയിട്ട് ക്രിയേറ്റ് അക്കൗണ്ട് തിരഞ്ഞെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഏതൊക്കെ അക്കൗണ്ടുകളാണ് ഇതിൻ്റെ അകത്ത് പ്രിപ്പയർ ചെയ്യാനുള്ളതാണ് നോക്കേണ്ടത്. ഒന്നാമത്തെ ട്രാൻസാക്ഷൻ പറയുന്നു റിസീവ്ഡ് ക്യാഷ് ഫ്രം ഷിബുലാൽ എ ഡെറ്റർ ₹70,000 എന്ന് പറയുന്നു. ക്യാഷ് ഷിബുലാലിൻ്റെ അടുത്ത് നമുക്ക് ക്യാഷ് കിട്ടി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി എന്താണ്? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ഷിബുലാൽ എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ക്യാഷ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ടും വേണം, ഷിബുലാൽ എന്ന് പറയുന്ന മറ്റൊരു അക്കൗണ്ടും വേണം. അപ്പം അതാണ് നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. നേരെ ജിനുക്കാത്തിലേക്ക് വരിക. അതിൽ ക്യാഷാണ് ഉണ്ടാക്കേണ്ടത്. കറണ്ട് അസറ്റിൽ ക്യാഷ് എടുക്കുക. അതിൽ ക്യാഷ് ക്ലിക്ക് ചെയ്യുന്നു, സേവ് കൊടുക്കുന്നു. ഇവിടെ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് കൊടുക്കരുത്. ഓപ്പണിംഗ് ബാലൻസ് കൊടുക്കാതെ തന്നെ സെറ്റ് ചെയ്യാം. ഇനി അടുത്തത് നമുക്ക് കറണ്ട് അസറ്റ് തന്നെ, അതിൽ സൺട്രി ഡെറ്ററാണ്. അക്കൗണ്ടിൻ്റെ പേര് ഷിബുലാൽ എന്നുള്ളതാണ്. ഷിബുലാൽ, സേവ് കൊടുക്കാം. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരിക. അടുത്ത ട്രാൻസാക്ഷൻ പർച്ചേസ്ഡ് ഗുഡ്സ് ബൈ ചെക്ക്. ചെക്കിൻ്റെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് 15,000. ചെക്ക് കൊടുത്ത് ഗുഡ്സ് പർച്ചേസ് ചെയ്തു. ഓക്കെ, പർച്ചേസ് അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ടും ആണ് ഇവിടെ വരുന്നത് അല്ലേ. പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട് എന്നാണ് എൻട്രി വരുന്നത്. അപ്പം എൻട്രി ആണ് ഇതിനകത്ത് പഠിക്കേണ്ടത്. എൻട്രി പഠിച്ചു കഴിഞ്ഞാൽ 2 അക്കൗണ്ട് നമുക്ക് കിട്ടും. പർച്ചേസ് അക്കൗണ്ടും ഉണ്ടാക്കണം, ദെൻ ബാങ്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ദെൻ പർച്ചേസ് അക്കൗണ്ട് എന്താണ്? പർച്ചേസ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. പർച്ചേസ് നമ്മൾ എവിടെയാണ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്, അതായത് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പർച്ചേസ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലാണല്ലോ കാണിക്കുന്നത്. ട്രേഡിംഗ് അക്കൗണ്ടിൽ എന്ത് എക്സ്പെൻസാണ് നമ്മൾ കാണിക്കുക? ഡയറക്റ്റ് എക്സ്പെൻസുകളാണ് കാണിക്കുക. സോ പർച്ചേസ് ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് നിങ്ങളതിന് കൺസിഡർ ചെയ്യണം. ഓക്കെ, അതിൻ്റെ അക്കൗണ്ട് സബ് ഗ്രൂപ്പ് ഒന്നും കൊടുക്കണ്ട, ജസ്റ്റ് പർച്ചേസസ് എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യാം. ദെൻ സേവ് കൊടുക്കാം. പർച്ചേസ് ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ബാങ്ക് അക്കൗണ്ടാണ്. കറണ്ട് അസറ്റ് തന്നെ, അതിൽ ബാങ്ക് ഓപ്പണിംഗ് ബാലൻസ് കൊടുക്കരുത്, സേവ് കൊടുക്കാം. എഗെയിൻ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. റിസീവ്ഡ് എ ചെക്ക് ഫ്രം അരുൾ ട്രേഡേഴ്സ് ആൻഡ് ദ സെയിം വാസ് ഡെപ്പോസിറ്റ് ഇൻ ദ ബാങ്ക്. അരുൾ ട്രേഡേഴ്സിൻ്റെ അടുത്ത് നമുക്കൊരു ചെക്ക് കിട്ടി, അത് ബാങ്കിലേക്ക് നിക്ഷേപിച്ചു. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു അരുൾ ട്രേഡേഴ്സ്. അപ്പോൾ അരുൾ നമുക്കൊരു ചെക്ക് തരണമെങ്കിൽ അരുൾ നമ്മുടെ അടുത്ത് എന്തോ മേടിച്ചിട്ടുണ്ട്, കടമായിട്ട് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അരുൾ നമുക്ക് പൈസ ചെക്കായിട്ട് തന്നിരിക്കുന്നത്. സോ ഹീസ് എ സൺട്രി ഡെറ്റർ അല്ലെ. പൈസ തരുന്ന വ്യക്തികളെ, തരാനുള്ളവരെ നമ്മൾ ഡെറ്റർ എന്നാണ് പറയുക. പൈസ നമ്മൾ കൊടുക്കാനുള്ള, ബിസിനസ് കൊടുക്കാനുള്ളവരെ നമ്മൾ സൺട്രി ക്രെഡിറ്റർ എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ റിസീവ്ഡ് ചെക്ക് വരുന്ന സമയത്ത് ഈ അരുൾ ട്രേഡേഴ്സ് സൺട്രി ഡെറ്ററാണ്. ഓക്കെ, അപ്പോൾ അരുൾ ട്രേഡേഴ്സ് നമുക്ക് പ്രിപ്പയർ ചെയ്യണം അല്ലേ. അക്കൗണ്ട് വേണം. അരുൾ ട്രേഡേഴ്സ് കറണ്ട് അസറ്റിൽ സൺട്രി ഡെറ്ററാണ്.
അരുൾ ട്രേഡേഴ്സ്. സേവ്. ഓക്കെ. നെക്സ്റ്റ്, ഇഷ്യൂഡ് എ ചെക്ക് ടു ബിബിൻ ആൻഡ് കമ്പനി. അല്ലേ, ചെക്ക് ഇഷ്യൂ ചെയ്തു. ചെക്ക് ഇഷ്യൂ ചെയ്യണമെങ്കിൽ നമ്മൾ ബിബിൻ ആൻഡ് കമ്പനീൻ്റെ അടുത്ത് നിന്ന് എന്തോ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ പേയ്മെൻ്റ് ആണ് നമ്മൾ അടച്ചിരിക്കുന്നത്. സോ ബിബിൻ എന്ന് പറയുന്നത് ക്രെഡിറ്ററാണ്. ഓക്കെ. അപ്പോൾ ഈ ചെക്ക് നമ്പറൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നമുക്കിത് BRS ചെയ്യുന്ന സമയത്ത് ഈ ചെക്ക് നമ്പറൊക്കെ നോട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ. അപ്പോൾ ബിബിൻ ആൻഡ് കമ്പനി എന്ന് പറഞ്ഞ അടുത്ത അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. കറണ്ട് ലയബിലിറ്റിയിൽ പോവുക, സൺഡ്രി ക്രെഡിറ്റേഴ്സ് ഫോർ പർച്ചേസ് എടുക്കുക, അതിൽ ബിബിൻ ആൻഡ് കമ്പനി. സേവ്. അതും കഴിഞ്ഞു. അടുത്തത് വിഡ്രോ ഫ്രം ബാങ്ക് ഫോർ ഓഫീസ് യൂസ്. ഓഫീസ് ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പിൻവലിച്ചു. ഇപ്പോൾ പ്രൈവറ്റ് പർപ്പസ് ആയിരുന്നെങ്കിൽ നമുക്കിവിടെ ഡ്രോയിങ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടി വന്നേനെ. ഇവിടെ ഓഫീസ് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ പിൻവലിച്ചത്. സോ ഇതൊരു കോൺട്രാ എൻട്രി ആണല്ലോ, അല്ലെ? ക്യാഷും ബാങ്കും വരുന്ന എൻട്രിയാണിത്. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ക്യാഷ് നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്തതാണ്, ബാങ്കും നമ്മൾ പ്രിപ്പയർ ചെയ്തതാണ്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഇനി എക്സ്ട്രാ ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടതില്ല. ഓക്കെ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ദൗത്യം കഴിഞ്ഞു, അല്ലേ? എഡിറ്റ് അക്കൗണ്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത അരുൾ ട്രേഡേഴ്സ്, ബാങ്ക്, ബിബിൻ ആൻഡ് കമ്പനി, ക്യാഷ്, പർച്ചേസസ്, ഷിബുലാൽ, ഇത്ര അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തു. നേരെ വൗച്ചറിലേക്ക് പോവാം. ഓക്കെ. വൗച്ചറിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. 1/12 റിസീവ്ഡ് ക്യാഷ് ഫ്രം ഷിബുലാൽ. അപ്പോൾ അതിൻ്റെ ജനററി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ഷിബുലാൽ. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ഷിബുലാൽ. അപ്പോൾ അതെവിടെയാണ്? ക്യാഷ് കിട്ടിയതാണ്, അല്ലേ? നമുക്ക് റിസീവ് ചെയ്തതാണ്. റിസീവ് ചെയ്യുന്നത് റെസിപ്റ്റ് വൗച്ചറിലാണ് എൻ്റർ ചെയ്യുക. ഓക്കെ. വൗച്ചർ നമ്പർ 1 1/12 1/12/2024 ആണല്ലോ. യെസ്. ഡേറ്റ് ഇട്ടു. നമ്മൾ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ഷിബുലാൽ 70,000. ഓക്കെ. എന്നിട്ട് നിങ്ങളത് സേവ് ചെയ്യുക. സേവ് ചെയ്യുമ്പോൾ ഇവിടെ കണ്ടോ, സേവ്ഡ് എന്ന് പറഞ്ഞിട്ട് കാണാം. വൗച്ചർ സേവ്ഡ് എന്ന് പറഞ്ഞിട്ട് കാണാം. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. പർച്ചേസ്ഡ് ഗുഡ്സ് ബൈ ചെക്ക് 15,000, അല്ലേ? 5/12 ഗുഡ്സ് നമ്മൾ പർച്ചേസ് ചെയ്ത പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് ആണ് 15,000. ഇപ്പോൾ ഇവിടെ വൗച്ചറിൽ പർച്ചേസ് എടുക്കുക, അതിൽ 5/12 പർച്ചേസിൽ ഒന്നാമത്തെ വൗച്ചറാണ്. ഓക്കെ. അതിൽ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട് സേവ് കൊടുക്കാം. എഗെയിൻ നമ്മൾ അടുത്ത ചോദ്യം നോക്കുക. അടുത്ത ട്രാൻസാക്ഷൻ റിസീവ്ഡ് 14/12 റിസീവ്ഡ് ചെക്ക് ഫ്രം അരുൾ ട്രേഡേഴ്സ് 8,000 rupees. ഇപ്പോൾ ഇവിടെ ചെക്ക് റിസീവ് ചെയ്യുമ്പോൾ അത് റെസിപ്റ്റ് വൗച്ചറിലാണ് നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്. റെസിപ്റ്റ് വൗച്ചർ. വൗച്ചറിൽ എടുക്കുന്നു, റെസിപ്റ്റ് എടുക്കുന്നു, അതിൽ ഡേറ്റ് ഇടുക 14. ഇനി റെസിപ്റ്റിൽ രണ്ടാമത്തെ വൗച്ചറാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്, ആണല്ലോ, അല്ലെ? സെക്കൻഡ് വൗച്ചറാണ്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു അരുൾ ട്രേഡേഴ്സ് 8,000. സേവ് കൊടുക്കുക. അത് നമ്മൾ സേവ് കൊടുത്തു. അടുത്തത് ഇഷ്യൂഡ് എ ചെക്ക് ടു ബിബിൻ ആൻഡ് കമ്പനി. 20-ാം തീയതി നമ്മൾ ബിബിൻ ആൻഡ് കമ്പനിക്ക് ചെക്ക് ഇഷ്യൂ ചെയ്തു 6,000 രൂപയുടെ. അപ്പോൾ ചെക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾ പേയ്മെൻ്റ് ആയിട്ടാണ് കൊടുത്തത്, അല്ലേ? പേയ്മെൻറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ പേയ്മെൻറ്റിൽ ഒന്നാമത്തത് 20-ാം തീയതി 20-ന് ആർക്കാ? ബിബിൻ ആൻഡ് കമ്പനി അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. ബിബിൻ ആൻഡ് കമ്പനി അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് 6,000. സേവ്. അടുത്തത് വിഡ്രോ ഫ്രം ബാങ്ക് ഫോർ ഓഫീസ് യൂസ്. 30-ാം തീയതി 5,000 രൂപ നമ്മൾ ബാങ്കിൽ നിന്ന് പിൻവലിച്ചു. 30-ാം തീയതി 5,000 രൂപ ബാങ്കിൽ നിന്ന് പിൻവലിച്ചു, അല്ലേ? അപ്പോൾ ഇവിടെ ക്യാഷും ബാങ്കും ആണ് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വൗച്ചർ കോൺട്രാ എൻട്രി, ക്യാഷും ബാങ്കും വരുന്ന എൻട്രീനെ നമ്മൾ കോൺട്രാ എൻട്രി എന്ന് വിളിക്കാം.
ഓക്കെ, ഡേറ്റിന് ഭയങ്കര പ്രാധാന്യമുണ്ട് ഇതിന്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. 5000 രൂപ. ഓക്കെ, ഇത് നമ്മൾ സേവ് ആക്കി. ഇനി ഇത് ഏതെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് തോന്നി, അതായത് തിരുത്തണം അല്ലെങ്കിൽ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഡിറ്റ് വൗച്ചറിൽ പോയിട്ട് സെർച്ച് ചെയ്താൽ കാണാവുന്നതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഒരെണ്ണം എൻ്റർ ചെയ്തിരിക്കുന്ന 24. ഡേറ്റ് നമുക്ക് തെറ്റിപ്പോയിട്ടുണ്ട്. 20/12 ഇടേണ്ടത്, അത് 24. അപ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾ ചെയ്ത് തെറ്റിപ്പോയി. അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോയെന്ന് ജസ്റ്റ് എഡിറ്റിൽ പോയി കഴിഞ്ഞാൽ ഉണ്ടോ, ഇവിടെ എനിക്ക് ഡേറ്റ് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ ഉണ്ടോ ഒരു ക്രോസ് മാർക്കാണ് അവിടെ വരുന്നത്. അപ്പോൾ നിങ്ങൾ അത് ബാക്ക് അടിച്ചിട്ട് ഡിലീറ്റ് കൊടുക്കുക. അപ്പോൾ ഇനി വീണ്ടും വൗച്ചറിൽ പോവാം. നമുക്ക് ഏതാണ് തെറ്റിപ്പോയത് എന്നുള്ളത് ശ്രദ്ധിക്കുക. നമ്മൾ ബിബിൻ ആൻഡ് കമ്പനി അല്ലേ, 24 നേരം എൻ്റർ ചെയ്ത് 20/12 എന്നുള്ളതാക്കുക. 6000 രൂപ. പേയ്മെൻറ്റിൽ പോവാം. പേയ്മെൻറ്റിൽ എടുക്കുക. വൗച്ചർ നമ്പർ 1, ഡേറ്റ് ശ്രദ്ധിക്കുക, 20/12 ഓക്കെ. അപ്പോൾ അതിൽ ബിബിൻ ആൻഡ് കമ്പനി അക്കൗണ്ട് അറ്റ് ബാങ്ക് 6000 സേവ്. ഓക്കെ, അപ്പോൾ നമ്മളിത് സേവ് ചെയ്തു, എല്ലാം നമ്മൾ ഓക്കെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട എന്താണ്, BRS നമുക്ക് ചെയ്യണം. അപ്പോൾ മാസ്റ്ററിൽ പോവുക. മാസ്റ്ററിലാണ് നമുക്ക് BRS കാണാൻ സാധിക്കുക. ബാങ്ക് റീകൺസിലേഷൻ എടുക്കുന്നു, സെലക്ട് അക്കൗണ്ടിൽ ബാങ്ക് എടുക്കുന്നു. ഇനി ഇവിടെ ഡേറ്റിന് ആണ് ഇനി ഇമ്പോർട്ടൻസ്. ഇതൊരു ഫിനാൻഷ്യൽ ഇയർ ആണ് കിടക്കുന്നത്. നമുക്ക് ഏത് മാസത്തെയാണ് നമ്മൾ BRS ചെയ്യുന്നത്? ഡിസംബർ മാസത്തെയാണ് ചെയ്യുന്നത്. അപ്പോൾ 1/12/2024 മുതൽ 31/12/2024 വരെയുള്ള BRS ആണ് നമുക്ക് കിട്ടേണ്ടത്. അത് വ്യൂ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ ഇവിടെ കാണാൻ പറ്റും അൺക്ലിയർഡ് ട്രാൻസാക്ഷൻ ഓഫ് ബാങ്ക്. ബാങ്കിൽ ക്ലിയർ ആവാത്ത ട്രാൻസാക്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ അഡീഷണൽ ഇൻഫർമേഷൻ നമുക്ക് ക്വസ്റ്റ്യൻ ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കമ്പാരിസൺ ഓഫ് ക്യാഷ് ബുക്ക് വിത്ത് പാസ്ബുക്ക്, ദ ഫോളോയിങ് ഡിഫറൻസസ് വെയർ നോട്ട് ഈസ്റ്റ്. ഓക്കെ, ചെക്ക് നമ്പർ 20245 വാസ് ക്യാഷ്ഡ് ഓൺ 1/1/2025. 20245 എന്ന് പറയുന്നത് 5-ാം തീയതി നടന്ന ട്രാൻസാക്ഷൻ. അപ്പം നമുക്ക് ഡേറ്റ് നോക്കാം കേട്ടോ. ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട് 20245 ഉണ്ടോ. അപ്പോൾ 5-ാം തീയതി നടന്ന ട്രാൻസാക്ഷൻ ക്യാഷ് ചെയ്തിരിക്കുന്നത് എന്നാണ് 1/1. ഡിസംബറിൽ നടന്ന ട്രാൻസാക്ഷൻ ക്യാഷ് ചെയ്തിരിക്കുന്നത് 1/1/2025. അപ്പോൾ നിങ്ങൾ അവിടെ പോയിട്ട് ഈ ഡേറ്റ് അടിച്ചു കൊടുക്കുക. ഈ 5-ാം തീയതിയിലെ ട്രാൻസാക്ഷനിൽ പോയിട്ട് 1/1/2025 എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 5-ാം തീയതിയിൽ പോയിട്ട് 1/1/2025 എൻ്റർ അടിക്കുക. അപ്പോൾ അതവിടെ ക്ലിയർ ആവില്ല. അതായത് നമ്മളവിടെ ഡേറ്റ് അവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ കാണിച്ചു തരാം ഞാൻ. ഇത് ക്ലിയർ ആകുമ്പോൾ ഇത് ജസ്റ്റ് വാനിഷ് ആയി പോകും. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാം. അടുത്തത് എന്താ പറയുന്നത്? ചെക്ക് റിസീവ്ഡ് ഫ്രം അരുൾ ട്രേഡേഴ്സ് വാസ് കളക്റ്റഡ് ഓൺ 1/1/2025. അരുൾ ട്രേഡേഴ്സ്, അതായത് 18,465 ഇവിടെ വരുന്നത് എന്താ, 14-ാം തീയതിയിൽ നടന്ന ട്രാൻസാക്ഷൻ 1/1/2025 എനിക്ക് ക്യാഷ് ചെയ്തിരിക്കുന്നത് 14. അപ്പോൾ അതും 1/1/2025 അതും പോകില്ല. ഇനി അടുത്തതിലേക്ക് നമുക്ക് പോയി നോക്കാം. ഓൾ അതർ ട്രാൻസാക്ഷൻ എഫക്റ്റഡ് ഇൻ ദ ബാങ്ക് ഓൺ ദ സെയിം ഡേറ്റ്. ബാക്കി എല്ലാ ട്രാൻസാക്ഷനും അത് സെയിം ഡേറ്റിൽ തന്നെ ട്രാൻസാക്ഷൻസ് ക്ലിയർ ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇനി എന്താ ചെയ്യുക? ഇവിടെ ഈ തന്നിരിക്കുന്ന ഡേറ്റ് തന്നെ എൻ്റർ ചെയ്യുക. അതായത് നമ്മൾ ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്ന ഡേറ്റ് തന്നെ ഇവിടെ ഇങ്ങോട്ടേക്ക് എൻ്റർ ചെയ്യുക. 12/2024 ഇത് എൻ്റർ അടിക്കുമ്പോൾ ഇത് ക്ലിയർ ആവും. നിങ്ങൾക്ക് കാണാം ഉണ്ടോ, അത് വാനിഷായി പോയി. അത് ഇനി അടുത്തത് വീണ്ടും 30/12/2024 ഇതും എൻ്റർ അടിക്കുമ്പോൾ ഇവിടുന്ന് വാല്യൂസ് ആവും. അപ്പോൾ ക്ലിയർഡ് ഐറ്റംസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ക്ലിയർ ചെയ്തു അല്ലേ, സെയിം മന്തിൽ തന്നെ ഈ ട്രാൻസാക്ഷൻ ക്ലിയറൻസ് ആയിട്ടുണ്ട്. അൺക്ലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത മാസത്തിലേക്കാണ് ഇത് പോയിരിക്കുന്നത്. നമ്മൾ മാസം ഏതാണ്, ഡിസംബർ മാസത്തെ BRS ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷേ ഇത് ജനുവരി മാസത്തിലാണ് ക്ലിയറൻസ് നടന്നിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇത് ഡിസംബർ മാസത്തിൽ ക്ലിയറൻസ് ആവാത്തതാണ്.
അപ്പോൾ അതാണ്. ഇനി നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ വ്യൂ സ്റ്റേറ്റ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ കാണുന്നതാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഇതാണ് ഔട്ട്പുട്ട് ഉണ്ടോ. ബാലൻസ് ആസ് പെർ അവർ ബുക്ക് 18,000, ബാലൻസ് ആസ് പെർ ബാങ്ക് 11,000. ഇതാണ് ആൻസർ കേട്ടോ. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ വ്യക്തമായെന്ന് വിചാരിക്കുന്നു. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം, ഞാനതിൻ്റെ റിപ്ലൈ തരുന്നതായിരിക്കും.